മിക്സി കടന്നു കോഫി നമുക്ക് ഉണ്ടാക്കിയല്ലോ. ഇൻസ്റ്റന്റ് ബ്രൂ പൗഡർ ഉണ്ട്. നിങ്ങളിത് ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 2 ബ്രൂ പാക്കറ്റ് മതി. എന്നാൽ 1 ഫുള്ളും 1 പകുതിയും മതി. എന്നിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് മധുരം ആഡ് ചെയ്യുക. നിങ്ങളുടെ ആവശ്യത്തിന് ആഡ് ചെയ്യണം. ഞാനിതിപ്പോൾ എൻ്റെ ആവശ്യത്തിനാണ് ആഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ആദ്യം ഒരു വട്ടം ട്രൈ ചെയ്യുമ്പോഴേ പിന്നെ എത്ര ആഡ് ചെയ്യണമെന്ന് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇച്ചിരി ഹോട്ട് വാട്ടർ ഒഴിക്കണം. കൂടുതലായിപ്പോയി കഴിഞ്ഞാൽ മൊത്തം ഹോട്ട് വാട്ടർ പോലെ ആയിപ്പോൾ ഒരിക്കലും അത് നല്ല ഡാൽഗോണ പോലെ ആവത്തില്ല. സോ അതിപ്പം നല്ല മയത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒഴിക്കാവോ പൗഡറിൻ്റെ അനുസരിച്ച്. എന്നിട്ട് നല്ല ഷെയ്ക്ക് ചെയ്യണം. അതേപോലെ മൂടിയുള്ള അടയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രമോ ബോക്സോ കുപ്പിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നല്ല ഷെയ്ക്ക് ചെയ്യണം. അപ്പോൾ ഒരു മിൽക്ക് ഒക്കെ പോലെ ഇരിക്കും. അതൊരു ഡാൽഗോണ പോലെ ആവത്തുള്ളൂ. അതാണ്ടേ ഇങ്ങനെ വരും. നല്ലൊരു കോഫി കളറായിരിക്കും. ഇത് ഇങ്ങനെ ആവുമ്പോഴേ എടുക്കാവും. പിന്നെ ഞാൻ ഒന്നും കൂടി ഷേക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഒരു വൈറ്റ് കളർ വരും. കുറേ ആക്കുമ്പോൾ കുറച്ച് വൈറ്റ് പോലെ വരും. ഇതിപ്പോൾ ഇച്ചിരി ഡാർക്കായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് രണ്ടെണ്ണം ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ 2 പാക്കറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡാർക്കാവും. ചിലപ്പോൾ കഴിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതേപോലൊരു പ്ലെയിൻ ഗ്ലാസ് എടുത്തിട്ട് നിങ്ങൾ ആദ്യം ഈ ഡാൽഗോണ ഒഴിക്കണം. എന്നിട്ട് നല്ല ഞാനിപ്പോൾ ചെയ്യുന്നോട്ട് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമ്മുടെ പാത്രത്തിൽ കുറച്ചൊക്കെ വരുമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി മിൽക്ക് മിക്സ് ചെയ്ത് ഇട്ടാൽ മതി. അത്രയും വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് വരും. നമ്മൾ കുറച്ചായിട്ടാണെങ്കിൽ പാല് കൂടിപ്പോയാൽ പാലിൻ്റെ ടേസ്റ്റ് ആയിരിക്കും സാധാ കോഫി കുടിക്കുന്ന പോലെ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം ടേസ്റ്റ് വരും. ഇങ്ങനെ ഞാൻ ചെയ്തേക്കുന്നോട്ട് ഇങ്ങനെ അടയ്ക്കുമ്പോൾ എന്നിട്ട് നല്ലൊരു ഇച്ചിരി പാലിട്ടിട്ട് മിക്സ് ചെയ്താൽ മതി. നല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് വരും. എന്നിട്ട് അത് നമ്മുടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ട് പിന്നെ പ്ലെയിൻ പാൽ ഒഴിക്കണം. അപ്പോൾ കറക്റ്റ് ഒരു ഡാൽഗോണ ആവും. സൂപ്പറാണ് ഗയ്സ്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബും മറക്കാതെ ചെയ്യണം കേട്ടോ.